സൗദിയിൽ പദ്ധതി റദ്ദാക്കിയ സർക്കാർ ഉത്തരവിൽ സന്തോഷം പ്രകടിപ്പിച്ച് വിവിധ സമരസമിതികൾ. കോട്ടയം മാടപ്പള്ളിയിലും കോഴിക്കോട് കട്ടലപ്പീടികയിലും മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ ആഘോഷമാക്കി. UDF സർക്കാരിനും മുഖ്യമന്ത്രിക്കും സമരസമിതി നേതാക്കൾ നന്ദി അറിയിച്ചു. മാടപ്പള്ളിയിലെ 1440 ദിവസം നീണ്ട സമര പോരാട്ടങ്ങൾക്ക് അറുതിയായി. സർക്കാർ ഉത്തരവിൽ സമരസമിതി പ്രവർത്തകർ സന്തോഷം പരസ്യമാക്കി. 2022 മാർച്ചിൽ മാടപ്പള്ളിയിൽ നടന്ന പോലീസ് അതിക്രമത്തിൽ നാടിന്റെ കണ്ണീരായി മാറിയ സമരനായിക റോസിൻ ഫിലിപ്പിനും മകൾ സോമിയയ്ക്കും ഇത് അഭിമാനമായി. ഞങ്ങളൊരു കനൽ സൂക്ഷിച്ചു ഞങ്ങളുടെ ഹൃദയത്തിൽ. ഞങ്ങൾക്ക് ഒരിക്കലും താങ്ങാനാവാത്ത, ഞങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, കാരണം സൗദിയിൽ 17 വർഷം ജോലി ചെയ്തുണ്ടാക്കിയൊരു ഭവനം, ആ ഭവനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. പിന്നെ ഞങ്ങളെ സാമ്പത്തികമായി ഞങ്ങൾ കടയുണ്ടായിരുന്നു, ആ കട നശിച്ചു പോയി. കൃഷിയെ ഞങ്ങളെ സമ്മതിക്കത്തില്ലെന്ന് CPM ഗുണ്ടകൾ പറഞ്ഞു. ജെസ്സി വിട്ട് കളിക്കുമെന്ന് പറഞ്ഞു. അമ്മയോടൊപ്പം ആ സമരത്തിൽ പങ്കെടുത്ത സമയത്ത് പോലീസിന്റെ അതിക്രമങ്ങളിലൊക്കെ ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ? ഉണ്ട്. അന്ന് ഞാൻ നന്നായിട്ട് കരഞ്ഞു. അന്ന് എനിക്ക് ഭയങ്കര വേദനിച്ചു. അമ്മയെ വലിച്ചിട്ടുണ്ട്. കേരയിൽ മഞ്ഞക്കുറ്റി സമരസമിതി പിഴുതുമാറ്റി പ്രതീകാത്മകമായി കുഴിച്ചുമൂടി. മുഖ്യമന്ത്രി VD സതീശൻ എത്തിയ ശേഷം മാത്രമേ പന്തൽ പൊളിക്കൂവെന്ന് സമരസമിതി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ആദ്യം സമരം ആരംഭിച്ച കോഴിക്കോട് കാട്ടിലപ്പീടികയിൽ ലഡു വിതരണം ചെയ്ത് സമരസമിതി ആഹ്ലാദം പ്രകടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോട്ടയം.